ശ്രീരാഗ് തറയിൽ രാഷ്ട്രീയ നിരീക്ഷണം നമ്മോടൊപ്പമുണ്ട്. ശ്രീരാഗ്, ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഫലം അറിഞ്ഞു തുടങ്ങാൻ. എങ്കിൽ പോലും ഈ മഹാസഖ്യം ഇപ്പോൾ പുലർത്തുന്ന ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്തായിരിക്കും? അജിംസ്, നോക്കൂ, ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള ഇലക്ഷൻ റിഗ്ഗിങ്ങിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഇലക്ഷൻ നടക്കുന്നത് തന്നെ. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ മഹാഗണപതിന്റെ ഒരു ആത്മവിശ്വാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിന് ഒരു പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷന്റെ ഒരു സുതാര്യത, അല്ലെങ്കിൽ ഇലക്ഷൻ എങ്ങനെ നടത്തണം, ഇലക്ഷൻ എങ്ങനെ റിഗ് ചെയ്യണമെന്ന് കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് അതിൽ വളരെയധികം വഴക്കം നേടിയ ഒരു പാർട്ടിയായി BJP മാറിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം, അല്ലെങ്കിൽ ആദരവിന്റെ ആത്മവിശ്വാസം എനിക്ക് വളരെ സംശയം ഉണ്ടാക്കുന്നുണ്ട്. കാരണം 2 തരത്തിൽ ഈ ഇലക്ഷനെ കാണണം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇതേ 10,000 രൂപയുടെ ഒരു പദ്ധതി 2023 തെലങ്കാന സർക്കാർ നടത്തിയ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ നിർത്തുക ചെയ്തു, അത് ഹോൾട്ട് ചെയ്തു. ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഈ ട്രാൻസ്ഫറിങ് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രശാന്ത് കൃഷ്ണ പോലുള്ള ആളുകൾ പറയുന്നത് കാശ് കിട്ടിയെന്ന് കുഴപ്പമില്ല, അതുകൊണ്ട് പക്ഷെ നിങ്ങൾ നോക്കി വോട്ട് ചെയ്യണം എന്നൊക്കെ, ഇത്തരം സ്റ്റേറ്റ്മെന്റുകളാണ് ഇലക്ഷനെ നയിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ വളരെ സംശയത്തോടുകൂടിയാണ് ഇലക്ഷൻ കാണുന്നത് തന്നെ. കാരണം കഴിഞ്ഞ ഒരു 10 വർഷം നമ്മുടെ അനുഭവം വോട്ട് ചോരി ആരോപണം നിലക്കുന്നത്, ഹരിയാന ഇലക്ഷന്റെ വോട്ട് ചോരി ആരോപണം നമ്മൾ ഇലക്ഷൻ തലേദിവസം കണ്ടതാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഇലക്ഷനെ എത്ര സുതാര്യമായിട്ട് കാണണം എന്നുള്ള ചോദ്യത്തിലാണ് എനിക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളത്. ആയിട്ട് അതായത് ഈ വോട്ട് ചോരിയുടെ കോണ്ടെക്സ്റ്റിൽ ഈ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ കൂടി ഓർക്കുക. അതായത് കൗണ്ടിംഗ് സ്റ്റേഷനിലെ CCTV, സ്ട്രോങ് റൂമിലെ CCTVകൾ കണ്ണടയ്ക്കുന്നു. കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് അർദ്ധരാത്രി 2 മണിക്കൊക്കെ ട്രക്കിൽ EVMകൾ വരുന്നു, നാട്ടുകാർ അത് പിടികൂടുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഫലപ്രവചനം, വിശകലനം, ഏത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് വോട്ടർമാരെ സ്വാധീനിച്ചത് തുടങ്ങിയ കാര്യങ്ങൾക്ക് അർത്ഥമുണ്ടോ ശ്രീരാഗ്? അതുതന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഇലക്ട്രൽ ഓട്ടോക്രസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ സൂചന കൂടിയാണ്. ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞൊരു 35 വർഷത്തെ ചരിത്രം, ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 21 രാജ്യങ്ങളാണ് ഇലക്ട്രൽ ഓട്ടോക്രസിയിൽ പതുക്കെ ഷിഫ്റ്റ് ആയിട്ടുള്ളത്. അത് വെറുതെ നമ്മൾ ഗൂഗിളിൽ തന്നെ കിട്ടുന്ന ഒരു ഡാറ്റയാണ്. അത് എന്നെ വളരെ പേടിപ്പിക്കുന്നുണ്ട്. കാരണം എങ്ങനെയാണ് ജനാധിപത്യം അട്ടിമറിച്ചുകൊണ്ട് ഇത്തരം സംഘടനകൾ, ഇത്തരം വ്യക്തികൾ വ്യക്തി കേന്ദ്രീകമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് ഒരു രാജ്യത്തിന്റെ മുഴുവൻ സിസ്റ്റത്തെയും ഒരു പാർട്ടിയുടെ താല്പര്യത്തിലേക്ക് മാറ്റുന്ന തരത്തിലേക്ക് പുതിയ തരം രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന വ്യാജേനെ, ഉദാഹരണത്തിന് എല്ലാ സീറ്റിലും മത്സരിക്കുന്ന ജനസ്വരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി, പ്രശാന്ത് കിഷോർ കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം പാർട്ടികളെ പ്രധാനമായിട്ടും BJPയെ സഹായിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരുപാട് പാർട്ടികളെ സഹായിക്കുകയും ഏതാണ്ട് കഴിഞ്ഞ ഈ ഒരു മാസം മുൻപാണ് അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയ എത്ര കോടി രൂപയാണെന്ന്. ഏതാണ്ട് 320-400 കോടി രൂപയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഈ പണം ഉപയോഗിച്ച് എങ്ങനെയാണ് ഇലക്ഷൻ നടത്തുന്നതെന്ന് അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. പ്രശാന്ത് കിഷോറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം മത്സരിക്കുന്ന എല്ലാ സീറ്റിലും BJPയെ സഹായിക്കാൻ വേണ്ടി വോട്ട് കട്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രധാന പരിപാടിയായിരിക്കും നടക്കാൻ പോകുന്നത്. മാത്രമല്ല, പ്രശാന്ത് കിഷോറിന് എന്താ പറയാ, ബീഹാറിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന ആഗ്രഹത്തിന്റെ മുകളിലാണ് അദ്ദേഹം ഈ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ജോലിയിലേക്ക് വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരം ചെറിയ ചെറിയ ആളുകൾ ഉപയോഗിക്കുക, ഇത്തരം വോട്ട് കട്ട് ചെയ്യുക, ഇങ്ങനെ ഒരു തരം മേക്ക് ബിലീഫ് ഉണ്ടാക്കിയിട്ടാണ് BJP ഈ ഇലക്ഷൻ റിഗ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ കരുതുന്ന പോലെ സുതാര്യമായിട്ട് ഇലക്ഷൻ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കോൺഗ്രസ് ജയിച്ചേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി എനിക്കുണ്ട്. കാരണം ഈ വോട്ട് ചോരി ആരോപണത്തെ നേരിടാൻ വേണ്ടി മഹാഗഠബന്ധൻ വിജയിപ്പിക്കുകയും ഈ ഈ വിജയത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത്തരം ചർച്ചകൾ പതൊക്കെ ഒഴിവാക്കുകയും അങ്ങനെ ഈ ഇലക്ഷൻ റിഗിങ് മറച്ചു വെക്കുകയും വരുന്ന വലിയ ഇലക്ഷനുകൾ, ഇപ്പൊ 2029 ലോക്സഭ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്, ഈ ഇലക്ഷൻ റിഗ് ചെയ്യുന്നത് തന്നെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഇതിനെ ഇങ്ങനെ നിലനിർത്തുക എന്നുള്ള എന്ത് ടെക്നിക്ക് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇതിനകത്ത് ശ്രീരാഗ്, ഒരു കാര്യമുള്ളത്, ഇപ്പൊ നോക്കൂ, ഈ 10% വോട്ട് അധികം സംഭവിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു. ബീഹാറിൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഒന്നാമത് 47 ലക്ഷം ആളുകളുടെ വോട്ട് വെട്ടിയതിനു ശേഷവും 10% വോട്ട് വർധന ഉണ്ടാവുകയാണ്. അതും ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസിന്റെ അടുത്ത് നിന്ന്, ദരിദ്ര വിഭാഗങ്ങൾക്ക് അടുത്ത് നിന്നാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഒരു ക്രമക്കേട് നടത്തി മൊത്തത്തിലൊന്ന് തിരിക്കണം എന്ന് വിചാരിച്ചിരുന്നെങ്കിലും
അതിനേക്കാൾ അപ്പുറമായി ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഉണ്ടാവുന്നു, കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യുന്നു എന്ന സംഗതി സംഭവിച്ചിട്ടുണ്ടോ? അവിടെ ഈ മഹാഗഡ്ബന്ധൻ ഒരു പ്രതീക്ഷ വെക്കാൻ ഉള്ള സാധ്യതയുണ്ടോ? അല്ല, ഇതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ മാൻഡേറ്റിനെയാണ് നമ്മൾ മുന്നോട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിന്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന നമ്പറുകളിൽ, ഉദാഹരണത്തിന് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി തന്നെ ക്വസ്റ്റ്യനിലാണ് നിൽക്കുന്നത്. ഈ ഒരു കോൺടെക്സ്റ്റിൽ നമ്മൾ എത്രത്തോളം ഇവരുടെ ഈ നമ്പറുകളെ വിശ്വസിക്കണം എന്നുള്ള ചോദ്യം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സംശയം, അല്ലാതെ ജനങ്ങളുടെ മാൻഡേറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നല്ല. പിന്നെ ഈ ഇലക്ഷൻ ഈ നമ്പർ വർദ്ധിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഈ ബംഗാൾ ബോർഡറിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസിലാണ് ഈ നമ്പർ അധികം നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിന് കിഷൻഗഞ്ച്, പൂർണിയ എന്ന് പറയുന്ന ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏതാണ്ട് 79% പോളിംഗ് കാണുന്നുണ്ട്. സ്ത്രീകളുടെ വോട്ട് അധികമായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഈ BJP പറയുന്ന പോലെ തന്നെ ഈ 10,000 രൂപ അക്കൗണ്ടിൽ വന്നുകൊണ്ട് സ്ത്രീകൾ വോട്ട് ചെയ്യുന്നുള്ള ആർഗ്യുമെന്റുകളായിരിക്കും അവർ വയ്ക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഈ മൊത്തത്തിലുള്ള സിസ്റ്റത്തിന്റെ ഒരു പാളിച്ച്, അല്ലെങ്കിൽ ഇതിനെ ഒരു ഈ ഇലക്ഷൻ കണ്ടക്ടിങ് തന്നെ, ഉദാഹരണത്തിന് കുറച്ചും കൂടി കടത്തി പറയുകയാണെങ്കിൽ, 1 man 1 vote 1 value എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു അടിസ്ഥാന തത്വം തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇവർ ഇലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ അട്ടിമറിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൽ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമാണ്. ഇതൊരു വളരെ സ്ലോ പ്രോസസ്സാണ്. നമ്മൾ ഇത്തരം മേക്ക് ബിലീഫുകൾ ഉണ്ടാക്കുക, ഇലക്ഷൻ നടത്തിയെന്ന് വരുത്തുക, ഇലക്ഷൻ ആവശ്യത്തിന് റിഗ് ചെയ്യുക, ഈ എന്താ പറയുക, ഇതിന്റെ ഒരു വല്ലാത്തൊരു വഴക്കം BJPക്ക് ഉണ്ട് ഇപ്പോൾ. അതാണ് ഇതിന്റെ വാസ്തവം. എവിടെ എത്ര പേരെ ജയിപ്പിക്കണം, എങ്ങനെ ജയിപ്പിക്കണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മറ്റ് വിദേശ രാജ്യങ്ങളെടുക്കാം. ഒരു രാജ്യത്തും എന്താ പറയുക, ഈ വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചുള്ള ഇലക്ഷൻ നടത്തുന്നില്ല. പല രാജ്യങ്ങളും, ഉദാഹരണത്തിന് അയർലൻഡ് എന്നൊരു രാജ്യം, ഏതാണ്ട് 41 മില്യൺ രൂപയാണ് നഷ്ടം സംഭവിച്ചത് അവർക്ക്. ഈ ഇലക്ഷൻ നടത്താൻ വേണ്ടി അവര് മെഷീനുകൾ വാങ്ങിക്കുകയും പിന്നീട് അത് ഉപേക്ഷിക്കുകയും ചെയ്തത്. നമ്മൾ മാത്രമാണ് ഈ ഇലക്ഷൻ ഇപ്പോഴും ഇത് നടത്തി. ഇത് വലിയ രാജ്യമാണ്, ഒരുപാട് ആളുകൾ വോട്ട് ചെയ്യണം, ഇലക്ഷൻ ഒരുപാട് ചെലവുണ്ട്, എല്ലാം സത്യമാണ്. പക്ഷേ ഇത്തരം സംവിധാനങ്ങളിൽ ജനങ്ങൾക്കുള്ള സംശയം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്.